പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 4-ാം മാസത്തിൻ്റെ 2ാമത്തെ പ്രഭാത വന്ദനം കൂടി അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 112-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒരു മനുഷ്യൻ എന്തെല്ലാം നേടിയാലും അവൻ്റെ കുടുംബം തകർന്നു പോയാൽ അവൻ്റെ പ്രയത്നങ്ങളെല്ലാം വ്യർത്ഥമാണ്. ദൈവഭക്തന്മാരുടെ തലമുറ സമൂഹത്തിൽ ഉന്നതരും അനുഗ്രഹിക്കപ്പെട്ടവരുമായിരിക്കണമെന്നാൽ ഇന്നത്തെ തലമുറ ഒരു വല്ലാത്ത നിലയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളെക്കാളും അറിവ് തങ്ങൾക്കുണ്ടെന്ന് അഭിമാനിക്കുന്ന തലമുറകളുടെ അപ്പനമ്മമാരുടെ ഉപദേശം തള്ളിക്കളഞ്ഞ് നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിനവും പണ്ടത്തെ തലമുറകൾ വളരെ വഷളത്വം പ്രവർത്തിച്ചവരായിരുന്നെങ്കിൽ ഇന്നത്തെ തലമുറകളുടെ കാര്യം വലിയ കഷ്ടമാണ്. അന്ത്യകാലത്ത് മനുഷ്യരുടെ സ്വഭാവം എന്തായിരിക്കുമെന്നും അപ്പോസ്തലൻ പ്രവചിച്ചിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 2 തീമോഥെയോസ് 3-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ വ്യക്തമായി കാണുവാൻ കഴിയും. എന്നാൽ അപ്പോസ്തലന്മാർ ഇവിടെ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ വളരെ ക്രൂരവും പൈശാചികവുമായ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് ഇന്നത്തെ തലമുറകൾ. ദൈവത്തെ ഭയപ്പെടുകയും തൻ്റെ വചനങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും അവൻ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ശരണപ്പെടുന്നു. ഒന്നാമതായി, ഭക്തൻ്റെ കുടുംബം മക്കളും അനുഗ്രഹിക്കപ്പെട്ടവരായി ഇരിക്കുമെന്നാണ് തുടർന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതോടൊപ്പം വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ബന്ധങ്ങളിലും ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും വർണ്ണിച്ചിരിക്കുന്നു. ഇതിനെല്ലാം പ്രധാന കാരണം അവർ ദൈവത്തെ ഭയപ്പെട്ടവരും വചനം പ്രമാണിക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരുമാണെന്നുള്ളതാണ് സത്യം. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ഇപ്രകാരം പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഞങ്ങൾ അനുഭവിച്ച കഷ്ടതകളോ പ്രയാസങ്ങളോ മക്കൾ അനുഭവിക്കരുത് എന്നുള്ള ചിന്തയാണ് ഏത് മാതാപിതാക്കൾക്കും ഉള്ളത്. അതിനുവേണ്ടി തങ്ങളാലാകും വിധം മക്കൾക്ക് മെച്ചമായ വിദ്യാഭ്യാസവും ജീവിത സൗകര്യങ്ങളും കൊടുക്കുവാൻ അവർ പരിശ്രമിക്കുന്നു. കൂടാതെ മക്കൾക്ക് വേണ്ടി സാമ്പത്തികമായി കരുതുകയും ചെയ്യുന്നു. അങ്ങനെ തന്നെ കരുതുകയും വേണം കേട്ടോ. എന്നാൽ മക്കൾക്കായി ലൗകികവും ഭൗതികവുമായി കാര്യങ്ങൾ മാത്രം കരുതിയാൽ പോരാ. അവരുടെ ആത്മീയ ജീവിതത്തിനായി കരുതിയില്ല എങ്കിൽ അത് ഏറ്റവും വലിയ അപകടമായി തലമുറകൾ മാറുവാനിടയാകും. ദൈവഭയമുള്ളവരായി ജീവിക്കണമെങ്കിൽ മാതാപിതാക്കന്മാർ ദൈവത്തെ അറിയുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരുമായിരിക്കണം. നമ്മുടെ തലമുറകൾ ദൈവത്തെ അറിയുകയും ഭയപ്പെടുകയും ചെയ്യണമെങ്കിൽ മാതാപിതാക്കൾ സ്തോത്രം അങ്ങനെ തന്നെ ആയിരിക്കണം. കൃത്യമായി പ്രമാണങ്ങൾ പാലിക്കുന്നവരുമായിരിക്കണം. നാം ദൈവകൃപയിൽ നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ തലമുറകളും ദൈവത്തെ അറിയുകയുള്ളൂ. ദൈവത്തെ ഭയപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളെയും അവരുടെ തലമുറകളെയും ദൈവം എങ്ങനെ മാനിച്ചു എന്ന് തിരുവചനത്തിൽ നിന്നും നമുക്ക് വ്യക്തമാക്കുവാൻ കഴിയും. അബ്രഹാം ദൈവത്തെ വളരെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ദൈവം പറയുന്നത് കൃത്യമായി അനുസരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അവൻ്റെ സന്തതികളെയും ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അബ്രഹാമിൻ്റെ സന്തതി മുഖാന്തരമാണ് ഇന്ന് ലോകം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ കണ്ടുപിടുത്തങ്ങളിൽ 90% യഹൂദൻ്റെ സംഭാവനകളാണ്. എല്ലാറ്റിലും ഉപരിയായി അബ്രഹാമിൻ്റെ സന്തതിയായ യേശു ക്രിസ്തുവിൽ കൂടെ സകല ജാതികൾക്കും അനുഗ്രഹിക്കപ്പെട്ട് ഒരു ആത്മീയ ജീവിതം നയിപ്പാൻ ദൈവം ഭാഗ്യം തന്നു. ആമേൻ. ദൈവത്തെ ഭയപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്ത
പൂർവ പിതാക്കന്മാരുടെ ജീവിതം ധന്യമായിരുന്നു എന്ന് മാത്രമല്ല, അവരുടെ സന്തതികളും അനുഗ്രഹിക്കപ്പെടുകയും ഐശ്വര്യവും സമ്പത്തും അവരുടെ ഭവനങ്ങളിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നു. ശത്രുവിൻ്റെ മുമ്പിൽ നിന്നും ദാവീദ് ഓടിപ്പോകുമ്പോൾ ബർസില്ലായി എന്ന 80 വയസ്സുള്ള വയോധികൻ തന്നെ സ്വീകരിക്കുകയും അവൻ അഭയം നൽകുകയും ചെയ്തു. എന്നാൽ കാലങ്ങൾ ചിലത് കഴിഞ്ഞുപോയി. ദാവീദ് വാർദ്ധക്യത്തോടടുത്ത് മരണത്തോടടുക്കുമ്പോൾ തൻ്റെ മകനായ ശലോമോന് അവൻ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കുന്ന കൂട്ടത്തിൽ ബർസില്ലായുടെ കുടുംബത്തെക്കുറിച്ച് പറയുവാൻ ഇടയായി. അവൻ്റെ തലമുറകളെ നിന്റെ മേശയിൽ നിന്നും ഭക്ഷിപ്പാൻ അനുവദിക്കണമെന്നും നിർദ്ദേശിക്കുകയും ചെയ്തു. ദൈവത്തെ ഭയപ്പെടുന്നവൻ്റെ സന്തതികളെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുവാനിടയാകും. എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുമെന്ന് വചനം വ്യക്തമാക്കുന്നു. പലപ്പോഴും കുടുംബത്തിൻ്റെ വഴികാട്ടിയായി പിതാക്കന്മാരുടെ മാതൃകകളെ കുറിച്ചാണ് അധികവും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപൂർവം സന്ദർഭങ്ങളിൽ അമ്മമാരെക്കുറിച്ചും എടുത്തു പറഞ്ഞിട്ടുണ്ട്. തിമോഥെയോസിൻ്റെ സ്വഭാവ രൂപീകരണത്തിനും ദൈവാശ്രയത്തിനും കാരണമായി തീർന്നത് അവൻ്റെ 2 തലമുറകളിലെ അമ്മമാരായിരുന്നു. ശമൂവേലിനെ രൂപപ്പെടുത്തിയതിൽ അവൻ്റെ അമ്മ വഹിച്ച പങ്ക് ഏറ്റവും വലിയത് തന്നെയായിരുന്നു. മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസമോ മെച്ചമായ ജീവിത സൗകര്യമോ ഒരുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും മാതാപിതാക്കന്മാർ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ട് തങ്ങളുടെ മക്കളെ ദൈവകൃപയിൽ നടത്തിയാൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും എന്നതിന് സംശയമൊന്നുമില്ല. ഈ നാളുകളിൽ നാം കണ്ടുവരുന്നത് ആരോഗ്യം സ്തോത്രം ശ്രദ്ധിക്കാതെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന അനേക പിതാക്കന്മാരെ നമുക്ക് കാണുവാനിടയാകും. അതേ കുടുംബത്തിനകത്ത് അനുസരണയില്ലാത്ത സ്തോത്രം സഹോദരിമാരെ അല്ലെങ്കിൽ അമ്മമാരെയും കാണുവാനിടയാകും. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന അമ്മമാരുമുള്ള ആ കുടുംബത്തിനകത്തുള്ള തലമുറകൾ ഒരിക്കലും അനുസരണയുള്ളവരായി തീരുകയില്ല. ദൈവഭയമില്ലാതെ ജീവിക്കുന്നത് സ്തോത്രം ഒത്തിരി കാണുവാനിടയാകുന്നു. അയ്യോ, പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ചു ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഏലി പുരോഹിതൻ എന്തെങ്കിലും ദുഷ്ടത പ്രവർത്തിച്ചതായി കാണുന്നില്ലെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം താൻ തൻ്റെ മക്കളെ സ്നേഹിച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിനോട് കൂടെ നടക്കുകയും എല്ലാ ആത്മീയ നന്മകൾക്കും പങ്കാളിയുമായി തീർന്ന യൂദ കർത്താവിനേക്കാൾ അധികം പണത്തെ സ്നേഹിച്ചു. അരിമനാഥനെ കേവലം ചില വെള്ളിക്കാശുകൾക്ക് ഒറ്റിക്കൊടുക്കുവാനിടയായി. പെസഹ ദിനം ആചരിക്കുന്ന ഒരു ദൈവ പൈതലും ഈ ദിനം സ്തോത്രം അനുഭവം ഒരിക്കലും മറന്നുപോകുകയില്ല. ആകയാൽ പ്രിയ ദൈവ പൈതലെ, ഇന്ന് പകൽക്കാലം നാം വായിച്ച സങ്കീർത്തനം പോലെ നമ്മുടെ ജീവിതത്തിൽ യഹോവയെ സ്തുതിക്കുകയും യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ ആ ഭാഗ്യവാന്റെ പട്ടികയിൽ നമ്മെയും നമ്മുടെ തലമുറകളെയും സ്വർഗം എണ്ണുവാൻ തക്കവണ്ണം ഇന്ന് പ്രഭാതം അമ്മയൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? സ്തോത്രം. വിശുദ്ധിയിലും വേർപാടിലും വിശ്വസ്തതയിലും നിന്നുകൊണ്ട് അരിമനാഥനെ ആരാധിക്കുന്ന ദൈവമക്കൾ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ പ്രഭാതം നമ്മുടെ കണ്ണുകളെ ദിവസത്തിനടയ്ക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നവരും ദൈവത്തെ ഭയപ്പെടുന്നവരും ഞങ്ങൾ ദൈവകൃപയിൽ ഇഷ്ടപ്പെടുന്നവരുമായി തീരുവാൻ പരിശുദ്ധരായ ദൈവമേ, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ അങ്ങയുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടനയുടെ നടുവിലായിരിക്കുന്ന അനേക പ്രിയ കുഞ്ഞുങ്ങളുണ്ട്. ഹോസ്പിറ്റൽ അഭയം പ്രാപിച്ചവരുണ്ട്. രോഗബലഹീനതയിലായിരിക്കുന്നവരുണ്ട്. പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ട എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും ഞങ്ങൾ
ഓർക്കുന്ന കർത്താവെ, അവർ പറയപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ ശ്രദ്ധയോടുകൂടെ ഉപവാസങ്ങളോടുകൂടെ പ്രാർത്ഥിപ്പാൻ ദൈവം ഈ പ്രഭാതം ഞങ്ങളെ ശക്തീകരിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, മകത്വമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.